കേന്ദ്രമന്ത്രി സ്ഥാനം വലിച്ചെറിയാൻ സുരേഷ് ഗോപി തയ്യാറാകും. ശ്രീ സദാനന്ദൻ MPയെ കേന്ദ്രമന്ത്രിയാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള വിഷമവുമില്ല ഇപ്പോൾ സുരേഷ് ഗോപിക്ക്. മറ്റൊന്ന്, സുരേഷ് ഗോപി തൻ്റെ കലുങ്ക് ചർച്ചയ്ക്കെതിരായിട്ടുള്ള പ്രചരണമുണ്ടല്ലോ, അതിങ്ങനെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത കൂടി സുരേഷ് ഗോപിക്കുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള പൂച്ചാണ്ടിത്തരമൊന്നും കാണിച്ച് എന്നെ ഭയപ്പെടുത്തണ്ട എന്നാണ്. എന്നാൽ സത്യത്തിൽ ഈ കേന്ദ്രമന്ത്രി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണ്. അതിന് അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒഴിവാക്കുക എന്നുള്ളത്. ഒന്നുകിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു നേതാവിന് പറ്റുന്ന രീതിയിലാണോ പ്രിയപ്പെട്ട സുരേഷ് ഗോപി നിങ്ങളിത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്കിത് എന്തു പറ്റി? ആദ്യം സുരേഷ് ഗോപിയെ പോലുള്ളൊരു വ്യക്തി ചിന്തിക്കേണ്ടതാണ്, സുരേഷ് ഗോപി നിങ്ങൾക്കിത് എന്തു പറ്റി? ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമല്ല താങ്കൾ സത്യത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ കേന്ദ്രമന്ത്രി പദവി അലങ്കരിച്ച ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് അവരിൽ നിന്നും കേൾക്കാത്ത പല പദങ്ങളുമാണ് താങ്കളുടെ വായിൽ നിന്ന് കേൾക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുന്നു. ഒരു മലയാളി എന്ന നിലയിൽ വളരെയധികം ഫീൽ ഗുഡ് ആയിട്ടുള്ള മൂവീസ് കാണുന്ന ആദ്യ പകുതിയിൽ നിന്നും ഒരു രണ്ടാം പകുതിയിലേക്ക് എത്തപ്പെടുമ്പോൾ ചിലപ്പോൾ ആ സിനിമ എന്ന് പറയപ്പെടുന്നത് വളരെ ത്രില്ലറായിരിക്കും. രക്തരൂഷിതമായിട്ടുള്ള ത്രില്ലർ സ്വഭാവം കൈവരുന്ന ഒട്ടനവധി സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമാ നടൻ സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് സിനിമയുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ ഒന്നാം പകുതിയിൽ വളരെ ശാന്തസുന്ദരമായി പോയിക്കൊണ്ടിരിക്കും, എന്നാൽ രണ്ടാം പകുതിയിൽ ഈ പറയുന്ന പോലെ രക്തരൂക്ഷിതമായിട്ടുള്ള ത്രില്ലർ സ്വഭാവമൊക്കെ കാണിക്കുന്ന സിനിമ നമ്മൾ കണ്ട് പരിചിതരാണ്. സത്യത്തിൽ തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഗോപിയുടെ കാര്യവും ഏതാണ്ടൊക്കെ ഇതുപോലെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിന് സമാനമായിട്ടുള്ള രീതിയാണ് അദ്ദേഹത്തിൻ്റെ. MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് സുരേഷ് ഗോപിയെ പറ്റി ഉണ്ടായിരുന്ന ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു, അത് അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു സിനിമാ താരമാണ്, അത്യാവശ്യം ആൾക്കാരോട് സംവദിക്കാൻ കഴിയുന്ന ഒരാളാണെന്നൊക്കെ അന്ന് തോന്നിയിരുന്നു ആദ്യകാലങ്ങൾ. എന്നാൽ തൃശ്ശൂരിൻ്റെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്നത് മലയാളിക്ക് കേട്ട് പരിചയമുള്ള ഒരു സുരേഷ് ഗോപിയെ അല്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലേ, പരാതിയുമായിട്ടൊക്കെ എത്തുന്ന പൊതുജനങ്ങളോട് ക്ഷുഭിതനാകുന്ന, പൊതുജനത്തെയൊക്കെ പ്രജയായി കാണുന്ന, നിരന്തരം രാഷ്ട്രീയപരമായിട്ടൊക്കെ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും മാത്രം സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മളിപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന MP-യിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അധികാരം ഒരു മനുഷ്യനെ ഇത്തരത്തിലൊക്കെ ആക്കി തീർക്കുമോ, അല്ലെങ്കിൽ പരിവർത്തനം ചെയ്തതാണോ, അതോ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് സിനിമയിൽ എന്നതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലും അയാൾ പൊതുമധ്യത്തിലുമൊക്കെ അഭിനയിക്കുകയായിരുന്നു എന്നാണ് ഇതെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ കേരള ജനതയ്ക്ക് തോന്നിപ്പോകുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീമാൻ സുരേഷ് ഗോപി, താങ്കൾക്ക് ഇത് എന്തു പറ്റി? താങ്കൾ ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ പൊതുജനം പ്രജകളാണ്. സുരേഷ് ഗോപിയുടെ പൊതുജനം എന്ന് പറയപ്പെടുന്ന പ്രജകളാണ് എന്നുള്ളൊരു വലിയ പരാമർശം നടത്തിയപ്പോൾ അത് വലിയ വിവാദമായി. അത് വലിയ വിവാദമാവുകയും ജനങ്ങളൊക്കെ അതിനെതിരെ തിരിയുകയും ചെയ്യുന്ന ഒരു കാഴ്ചയുണ്ടായി. വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നതിന് ശേഷവും അതേ പരാമർശം നടത്തുകയാണ് സുരേഷ് ഗോപി എന്നുള്ളത്. അതിലൊന്നും മാറ്റമൊന്നും വരില്ല. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തന്നെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇത് പ്രജാരാജ്യമാണ് എന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരും എന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത്. അപ്പോൾ തൃശ്ശൂരിൻ്റെ ബഹുമാനപ്പെട്ട ലോക്സഭാ MP-യോട് ഓർമ്മിപ്പിക്കുവാനുള്ളത്, ഇത് രാജഭരണമല്ല. രാജഭരണമൊക്കെ മൺമറഞ്ഞു പോയിട്ട് പതിറ്റാണ്ടുകൾ പലതായി എന്നുള്ളത് പാവപ്പെട്ട സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇത് ജനാധിപത്യമാണ്, പിണറായി ഭരിക്കുന്ന കേരളമാണ്. പ്രജകളും രാജാക്കന്മാരുമല്ല, ഇവിടെയുള്ളത് പൗരന്മാരും പൗരാവകാശവുമാണ് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക. ഈ നിവേദനവുമായിട്ടൊരു വയോധികൻ മുന്നിലെത്തുമ്പോൾ അതൊന്ന് വായിച്ച്, അല്ലെങ്കിൽ അതൊന്ന് വാങ്ങി വായിച്ചു നോക്കാൻ പോലും കൂട്ടാക്കാത്ത, ഇത് MP-യുടെ പണിയല്ല എന്ന് പറയുന്ന, പഞ്ചായത്തിൽ പോയി പറയൂ എന്ന് പറയപ്പെടുന്ന ധിക്കാരിയായ സുരേഷ് ഗോപിയെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇത് സുരേഷ് ഗോപിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ രാജഭരണ ഓർമ്മകളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാജഭരണമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് മറക്കൂ, അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഇത്രയും തരം താണ് പോകരുത് ശ്രീ സുരേഷ് ഗോപി. പൗരന്മാരെ തനിക്ക് സമന്മാരായ മനുഷ്യനായി കാണുന്ന ജനാധിപത്യ ആശയം
ആ ആശയത്തെക്കുറിച്ച് ഇനിയും സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ രാജാവും പ്രജയും ഒക്കെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. രാജാക്കന്മാരുടെ രാജഭരണമൊക്കെ കഴിഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതൊക്കെ മതിയാക്കിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഓരോ കലുങ്ക് സംവാദങ്ങളും ഓരോ പുതിയ വിവാദത്തിനുള്ള വേദിയായിട്ട് തീരുന്നു എന്നുള്ളതാണ്. മുൻപ് അദ്ദേഹം പറഞ്ഞ തൻ്റെ ശമ്പളം മുഴുവൻ കഞ്ഞിപ്പാത്രത്തിൽ, ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ ഉണ്ട് എന്ന പരാമർശം അത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. എന്നിട്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്നും സുരേഷ് ഗോപിയുടെ കനിവിനായിട്ട് കഞ്ഞിപ്പാത്രം നീട്ടിയിരിക്കുന്നവരല്ല പൊതുജനങ്ങളൊന്നുമുള്ള വിമർശനങ്ങൾ വരെ അന്ന് ഉയർന്നിരുന്നു. ഈ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ ലഭിക്കുന്ന പണം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പട്ടിണിയും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ, ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലാണോ നിങ്ങളുടെ ശമ്പളം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെ മണ്ടത്തരം വിളിച്ച് പറയാതിരിക്കാനെങ്കിലും നിങ്ങളൊന്ന് ശ്രമിക്കും. നിങ്ങൾ വാ തുറക്കാതിരുന്നാൽ മതി. നിങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ വോട്ട് ലഭിക്കും. വാ തുറന്നാൽ നിങ്ങൾക്ക് വോട്ടേ ലഭിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഭാഷ, ആ രീതികൾ. നിങ്ങൾ ആരാണെന്നാണ് വിചാരം? നിങ്ങൾ എന്താണെന്ന്? നിങ്ങളൊരു MP മാത്രമാണ്, അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിലൊരു സഹമന്ത്രി മാത്രമാണ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളുടെ പ്രജയായിട്ട് മാറേണ്ട നിങ്ങളാണ്. നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്നുള്ള അഭിപ്രായങ്ങൾ പലതും വിഡ്ഢിത്തരങ്ങളായിരുന്നു, പലതും ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിമർശനങ്ങളിൽ നിന്നും ഒരു പാഠവും സുരേഷ് ഗോപി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കലുങ്ക് സംവാദത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇങ്ങനെയായിരുന്നു. അതായത്, നേരത്തെ ഞാൻ ശമ്പളം മുഴുവൻ ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിലാണ് എന്ന് പറഞ്ഞത് വിവാദമായിരുന്നു. പാലക്കാട് കേരളത്തിൻ്റെ അന്നപാത്രമാണ്. ഇനി കഞ്ഞിപ്പാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ചില നപുംസകങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടമാകുമോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നപുംസക പ്രയോഗം കൂടി അവിടെ നടത്തി. പറഞ്ഞത് മറ്റതാണ്, ഞാൻ ഇതാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തിരുത്താൻ പോയ ആളാണ് അവിടെ ചെന്ന് വേറൊരു നപുംസക പ്രയോഗം നടത്തിയിരിക്കുന്നത്. കേവലം ഒരു സിനിമാ താരമല്ല സുരേഷ് ഗോപി എന്നുള്ളത്. തൃശ്ശൂരിൻ്റെ MP ആണ്. ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ള ഒരു ജനപ്രതിനിധിയാണ്. അതാദ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ കേന്ദ്രമന്ത്രി കൂടിയാണ്, നിങ്ങളൊരു ജനപ്രതിനിധി കൂടിയാണ്. ഇത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇതെങ്കിലും താങ്കൾ മനസ്സിലാക്കുക, അതിനുശേഷം പ്രതികരിക്കുക. അങ്ങനെ ഒരാളുടെ വായിൽ നിന്നാണ് നപുംസകം എന്നുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. തനിക്ക് നേരെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെയൊക്കെ നപുംസക പരാമർശങ്ങൾ നടത്തുന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ വിമർശിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയല്ല കേട്ടോ നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാരോട് തന്നെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ പ്രവർത്തിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ എപ്പോഴത്തെ പാർട്ടി ഉണ്ടല്ലോ, BJP, ആ BJPയുടെ നേതാക്കന്മാരോട് ചോദിച്ചു നോക്കൂ എങ്ങനെയാണ് ജനങ്ങളോട് സംവദിക്കേണ്ടത് എന്ന്. ഒരിക്കലും കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയമേ അല്ല സുരേഷ് ഗോപി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയല്ല സുരേഷ് ഗോപി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെയേ അല്ല. ഇത്തരത്തിലൊരു രാഷ്ട്രീയ സംസ്കാരം സുരേഷ് ഗോപിക്ക് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകാത്തത്. നിങ്ങൾ അത്യാവശ്യം ഈ 3 പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ടൊക്കെ സഹകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയുള്ള നേതാവായി മാറാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മയാണ്. അധികാരത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അധികാരത്തിന് വേണ്ടിയിട്ടില്ലായിരുന്നു, നിലപാടുകളിലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിലപാടെടുക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. നിലപാടുകളൊന്നുമല്ല, അധികാരമാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തായിരുന്നാലും മുൻകാലങ്ങളിലൊക്കെ കേന്ദ്രമന്ത്രി എന്ന പദവി അലങ്കരിച്ച ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒരിക്കലും കേരളം കേട്ടിട്ടില്ല. നിരന്തരം കേൾക്കുന്ന സമീപനവും ഇല്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം എത്രയധികം വിവാദ പ്രവർത്തികളും പരാമർശങ്ങളുമാണ് സുരേഷ് ഗോപി നടത്തിയതെന്ന് ആലോചിച്ച് നോക്കൂ. സിനിമാ താരങ്ങളുടെ വീടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയ സംബന്ധിച്ച വിഷയത്തിൽ പറഞ്ഞ എന്താണ്? സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയാണോ സിനിമാ രംഗത്തെ 2 പേരെ ത്രാസിൽ കയറ്റി അളക്കാൻ കേരള ജനതയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറയുകയുണ്ടായി. അത് ആരെയാണ്? അതായത് പ്രജാവിവാദം സ്വർണ്ണ ചർച്ച മുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം കുൽസിതമാണ് എന്ന് സുരേഷ് ഗോപി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി ഇതിലൂടെ എന്താണ് കേരളത്തോട് സംവദിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലാണ്. ആ പ്രതിഷേധത്തിൽ ശ്വാസം മുട്ടത് സംസ്ഥാന സർക്കാരിനാണ്. അതേസമയം സിനിമാ താരങ്ങളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. അത് കേന്ദ്ര ഏജൻസിയാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉയർന്നപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഉയർന്നു വരുമ്പോൾ
അതിൽ നിന്നും ശ്രദ്ധ വഴിതിരിച്ചു വിടുവാനുള്ള ശ്രമം നടത്തുന്നതാണോ അന്വേഷണ ഏജൻസികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംസ്ഥാനം കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് എന്ന് തന്നെയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് അംഗീകരിക്കുകയാണ് സുരേഷ് ഗോപി. സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ ചിലപ്പോൾ സംശയിച്ചാൽ അതിനെ തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. അതിപ്പോൾ സത്യത്തിൽ അത് തള്ളിക്കളയാത്ത രീതിയിലുള്ള വർത്തമാനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾ തരംതാഴ നടക്കുന്നത് എന്നത്? വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം അത് താങ്കൾക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ താരങ്ങൾക്കെതിരായിട്ടുള്ള ED റെയ്ഡ് എന്ന് പറയപ്പെടുന്ന സ്വർണ്ണപ്പാളി വിവാദം മുക്കാനാണെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാദം, അപ്പോൾ സുരേഷ് ഗോപി തിരിച്ചറിഞ്ഞതിന് അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ? ഈ സ്വർണ്ണപ്പാളി വിവാദം മുക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ ED ഒക്കെ ഇവിടെ സിനിമാ താരങ്ങളെ പുറകെ നടക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോൾ നമ്മൾ അംഗീകരിക്കണമല്ലോ. കേന്ദ്രമന്ത്രി കൂടി അംഗീകരിക്കുകയാണ് കേന്ദ്രം അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരാണ് പ്രതിസന്ധിയിലാവുക, അതായത് ക്ഷമിക്കണം, കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിയിലാവുന്നത്. സംസ്ഥാന സർക്കാർ ഇങ്ങനെ പ്രതിസന്ധിയിലാവുമ്പോഴൊക്കെ ED ഉപയോഗിച്ചുകൊണ്ടൊരു അന്വേഷണവുമായിട്ട് ഇറങ്ങുകയാണ്. ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട് ഇതിനകത്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് ED ഇറങ്ങിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതേക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമെന്നായിരുന്നു ഈ വിഷയത്തിൽ പലപ്പോഴും പൊതുസമൂഹം ചിന്തിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആഴ്ചയിൽ ഒരു വിവാദ പരാമർശം അതെങ്കിലും ഉണ്ടാക്കാതെ സുരേഷ് ഗോപി പോയിട്ടില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു വിവാദ പരാമർശമെങ്കിലും നടത്തണമെന്നതാണ് സുരേഷ് ഗോപിയുടെ സമീപനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദങ്ങൾ വിവാദ സംവാദങ്ങളായി മാറുന്ന കാഴ്ചയാണ് നമ്മളെപ്പോഴും കാണുന്നത്. കേന്ദ്രമന്ത്രി എന്ന പദവി അലങ്കരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത പരാമർശങ്ങൾ, അഭിപ്രായങ്ങളുമൊക്കെ സുരേഷ് ഗോപിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത്തരം പരാമർശങ്ങളിൽ, വിമർശനങ്ങളിൽ തെറ്റിദ്ധരുത്താനല്ല, വിമർശിക്കുന്നവരെ അധിക്ഷേപിക്കാനാണ് പലപ്പോഴും സുരേഷ് ഗോപി ശ്രമിക്കാറുള്ളതെന്ന്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അയ്യപ്പനുമായി ബന്ധപ്പെട്ട് വരുന്നത് അയ്യപ്പൻ തൻ്റെ അർദ്ധ സഹോദരനാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുക. എന്തൊരു വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത്. ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ തൻ്റെ ആ സഹോദരനാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലേക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രി, ഒരു MP എത്തുക എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ കാണാനും കേൾക്കാനും ചിന്തിക്കാനും ശേഷിയുള്ള ഒരു ജനത താങ്കളുടെ പ്രവർത്തികളെ വിലയിരുത്തുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി താങ്കൾക്കുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ അങ്ങനെയെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും അത് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒരു സമൂഹമുണ്ട്, ഇവിടുത്തെ ഈ സമൂഹത്തിലെ ജനങ്ങൾ ഞങ്ങളെ ഉറ്റുനോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കാഴ്ച കാണുന്നുണ്ട്, അവർ നിങ്ങൾ ചെയ്യുന്ന ഈ ചെയ്തികളെ കൃത്യമായി അസസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയുന്ന വാർത്തകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സമൂഹം നിങ്ങൾ ഈ വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങളൊക്കെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണോ? അതോ നിങ്ങൾ കേന്ദ്രമന്ത്രിസഭയും BJP അടങ്ങുന്ന BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെയും ഇതുപോലെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി അത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കലുങ്ക് ചർച്ചകൾ നടക്കുന്നു, ഇതുപോലുള്ള അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ വരുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും എല്ലാ കാര്യത്തിനും ഒരു തീരുമാനം ഉണ്ടാകുന്ന തരത്തിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചു പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ BJP പാർട്ടി തന്നെ ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെ ഒരു നേതാവിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന്. അപ്പോൾ രാഷ്ട്രീയ ശുദ്ധിയോ അല്ലെങ്കിൽ മനഃശുദ്ധിയോ ഒന്നുമില്ലാത്തൊരു നേതാവായിട്ട് അധപ്പതിക്കുന്നു, തരംതാണ് പോകുന്നു സുരേഷ് ഗോപി എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം വളച്ചൊടിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ വാദം. അദ്ദേഹം ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിൽ എടുത്തു മാറ്റിക്കോളൂ, C. സദാനന്ദൻ MBA നിങ്ങൾ കേന്ദ്രമന്ത്രിയാക്കിക്കോളൂ. അതായത് CPM പറഞ്ഞു C. സദാനന്ദനെ MP ആയിട്ട് വിലസാൻ അനുവദിക്കില്ല എന്ന CPM നേതാവ് MP ജയരാജൻ്റെ പരാമർശത്തിനൊരു മറുപടി കൂടിയായിരുന്നു അത്. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതാണ് C. സദാനന്ദൻ്റെ പാർലമെന്റ് അംഗത്വം കണ്ണൂരിലെ ജയരാജന്മാർക്ക് വലിയ അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്, കണ്ണൂരിലേക്ക് കയ്യെത്തിപ്പിടിക്കുവാനുള്ള ആദ്യത്തെ വാതിൽ തുറക്കലാണിത് എന്നാണ് സുരേഷ് ഗോപി അതിനെ പറഞ്ഞത്. അപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഈ വാദം എന്ന് പറയപ്പെടുന്നത് എൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, C. സദാനന്ദന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തിനെ കണ്ണൂരിലേക്ക് എത്തിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. C. സദാനന്ദ MPയുടെ ഓഫീസ് ഉടൻ ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസായി മാറട്ടെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതുകൊണ്ട് താൻ വേണമെങ്കിൽ ഇതൊക്കെ മതിയാക്കി, ഈ പണിയൊക്കെ മതിയാക്കി വീട്ടിൽ ചെന്നിരിക്കാൻ തയ്യാറാണ് എന്നും തൻ്റെ കേന്ദ്രമന്ത്രി പദവിക്ക് പകരം അത് C. സദാനന്ദ മാഷിന് കൊടുത്തിട്ട് അദ്ദേഹത്തെ ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായിട്ട് കൊണ്ടുവരൂ, എന്നിട്ട് ജയരാജന്മാരുടെ കണ്ണുകടി തീർക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ വായിൽ കൊള്ളാത്ത തരം വാക്കുകൾ ഉപയോഗിച്ച് ഒരു കേന്ദ്രമന്ത്രിക്ക് തീരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. സുരേഷ് ഗോപി, മിസ്റ്റർ സുരേഷ് ഗോപി,
നിങ്ങൾക്ക് ഇതെന്തു പറ്റി? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.